സ്വർണം കട്ടവരെ തേടി നടക്കുമ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് 8ന്റെ പണി തന്നെ വരികയാണ്. CMRL എക്സാലോജിക് ഇടപാടിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മാത്യു കുഴൽനാടൻ MLA സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു. ഇത്രയും കാലം മകളെയും സംരക്ഷിച്ചു നിർത്താം, കേന്ദ്രത്തിൻ്റെ ആനുകൂല്യവും പറ്റാം എന്നുള്ള ഒരു നിലയിൽ കണ്ട മുഖ്യമന്ത്രിക്ക് കേരളത്തിലെ ഒരു MLA, അതും പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ ശത്രുവായ ഒരു MLA തന്നെ സുപ്രീം കോടതിയെ സമീപിച്ചതോടുകൂടി കാര്യങ്ങൾ അല്പം കടുപ്പമായി മാറിയിരിക്കുന്നു. അന്വേഷണ ആവശ്യം തള്ളിയ ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് ഇപ്പോൾ അപ്പീൽ പോയിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് തന്നെ BR ഗവായ് തന്നെ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെ 7 പേർക്കെതിരെ നൽകിയ പരാതി തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയതിനെ തുടർന്ന് മാത്യു കുഴൽനാടൻ MLA ഹൈക്കോടതിയെ സമീപിച്ചു. അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷിക്കേണ്ട കുറ്റകൃത്യം ഹർജിയിലോ നൽകിയ രേഖകളിലോ കണ്ടെത്താനായില്ല എന്നായിരുന്നു ഹൈക്കോടതി നടത്തിയ നിരീക്ഷണം. എന്നാൽ ഇതിനൊന്നും വിട്ടുകൊടുക്കാൻ തയ്യാറാകില്ലെന്നും പച്ചയ്ക്ക് കട്ട ഈ പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ മകളെയും യഥാർത്ഥത്തിൽ കൊടുക്കാനുള്ള എല്ലാ വഴികളുമായി തന്നെയാണ് കുഴൽനാടൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകളുടെ സ്ഥാപനമായ എക്സാലോജിക്കും കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ CMRLും തമ്മിൽ വലിയ തോതിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട്. അത് വെറും ഇടപാടുകൾ മാത്രമല്ല, പിണറായി വിജയൻ നൽകുന്ന സഹായത്തിൻ്റെ കൈക്കൂലിയായി മകളുടെ അക്കൗണ്ടിലേക്ക് അയക്കുന്നു എന്നു മാത്രമെന്ന് പലതവണ പല ആവശ്യമായി തെളിയിക്കപ്പെട്ടതാണ്. ഇതെല്ലാം വിജിലൻസ് അന്വേഷിക്കണമെന്നാണ് കുഴൽനാടൻ ആവശ്യപ്പെടുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ എന്ന സ്ഥാനം ഉപയോഗിച്ചാണ് എക്സാലോജിക് എന്ന കമ്പനി CMRൽ നിന്ന് മാസപ്പടി വാങ്ങിക്കൊണ്ടേയിരിക്കുന്നത് എന്നും വിജിലൻസ് അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുമെന്നാണ് കുഴൽനാടൻ വാദിച്ചിരിക്കുന്നത്. ഏതായാലും മുഖ്യമന്ത്രിയുടെ മകൾ വാങ്ങിയ പണം, കോടിക്കണക്കിന് രൂപയുടെ പണം, അത് സേവനത്തിന് വേണ്ടിയുള്ളതല്ല, അത് പിണറായി വിജയൻ്റെ അഴിമതി പണമാണെന്ന് എല്ലാവർക്കും വ്യക്തമായ സ്ഥിതിക്ക് ഒരു MLA തന്നെ സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുമ്പോൾ അതിൽ ഇല്ല എന്ന് പറയാൻ പിണറായി വിജയനുമാകില്ല, കണ്ടില്ല എന്ന് നടിക്കാൻ കോടതിക്കുമാകില്ല. അതുകൊണ്ട് തന്നെ പിണറായി വിജയനും മകളും ഈ കേസിൽ ഏറ്റവും വലിയ നടപടിയിലേക്ക് നേരിടേണ്ടി വരുമെന്ന് ഉറപ്പായി കഴിഞ്ഞു.